Hello everyone, welcome to Ejupod Class 9. It's me and Nafi. എല്ലാവർക്കും മക്കളെ Ejupod 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ റിലാക്സ് ചെയ്ത് നിൽക്കുകയാണല്ലോ. ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കൂളായി നിൽക്കുകയാണ്. എങ്ങനെയായിരുന്നു എക്സാം? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ഇപ്പോൾ മെജോറിറ്റി ആളുകൾക്ക് എന്തായിരുന്നു എക്സാം ഒക്കെ സിമ്പിളായിരുന്നു. ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യട്ടോ. ഇനി നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്: കെമിസ്ട്രി, ഫിസിക്സ്, ഫസ്റ്റ് ലാംഗ്വേജ്. ഇത് ഫസ്റ്റ് ലാംഗ്വേജ് അത്ര അങ്ങോട്ട് ടഫ് ആവില്ലെങ്കിലും കെമിസ്ട്രിയും ഫിസിക്സും പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കെമിസ്ട്രി, ഫിസിക്സ്, ഫസ്റ്റ് ലാംഗ്വേജ്, നിങ്ങൾ മലയാളം, അറബി, സംസ്കൃതം, ഉറുദു ഏതാണെങ്കിലും ഈ ഫസ്റ്റ് ലാംഗ്വേജും അതേപോലെ തന്നെ കെമിസ്ട്രിയും ഫിസിക്സും എങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ള ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാൻ ഇന്ന് രാത്രി 7:15 നമ്മൾ വരുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾക്ക് വന്നാൽ ഇനി വരാൻ പോകുന്ന 3 വിഷയങ്ങളായിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ഫസ്റ്റ് ലാംഗ്വേജ് അത് എങ്ങനെ പഠിക്കണം, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തരിക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാൻ ഇന്ന് രാത്രി കൃത്യം 7:15 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റഡി പ്ലാൻ മാത്രമല്ലത്, ആ സ്റ്റഡി പ്ലാൻ ശേഷം ഡാനി സാറ് ഫിസിക്സിലെ ഫുൾ ചാപ്റ്ററിലെ പ്രോബ്ലംസുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നു. ഓരോ ചാപ്റ്ററിലെയും എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് ഇന്ന് രാത്രി കൃത്യം 7:30. അപ്പോൾ ഇന്ന് രാത്രി കൃത്യം 7:30 ഫുൾ ചാപ്റ്റർ പ്രോബ്ലംസ് ആണ്. ഈ ഫിസിക്സിലുള്ള എല്ലാ ചാപ്റ്ററിലെയും പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു, സെറ്റാക്കുന്ന ഒരു കിടിലൻ ലൈവ് കൂടിയുമായിട്ട് ഡാനി സാർ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ലൈവ് മാത്രമല്ലുള്ളത്, ഈ ലൈവിൽ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് ഗിവ് അവേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്മാർട്ട് വാച്ച് അതേപോലെ ടീഷർട്ടൊക്കെ ഗിവ് അവേ തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേ വിന്നർ അനൗൺസ് ചെയ്യുന്നതും ഏതിലൂടെയാണ്? ഈ ഒരു ഫുൾ ചാപ്റ്റർ പ്രോബ്ലംസിലൂടെയാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ഫുൾ ചാപ്റ്റർ പ്രോബ്ലംസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിവ് അവേ വിന്നറെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനൗൺസ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, ഗിവ് അവേ വിന്നറെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫുൾ ചാപ്റ്റർ പ്രോബ്ലംസിലൂടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അനൗൺസ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ഉണ്ട് ഈ ലൈവിലേക്ക് വന്നാൽ. ഒന്ന്, നിങ്ങൾക്ക് ഫിസിക്സിലെ ഫുൾ ചാപ്റ്ററിലെ പ്രോബ്ലംസ് പഠിക്കുകയും ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ചും ടീഷർട്ടും അടക്കമുള്ള സാധനങ്ങൾ ഗിവ് അവേ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈവും കൂടി നിങ്ങൾ എന്ത് ചെയ്തോ, ലൈക്ക് ചെയ്ത് വെച്ചോ. പിന്നെ ഇതിനൊക്കെ നോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോട്ടിനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ 7:15 നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, കെമിസ്ട്രി അതേപോലെ തന്നെ ഫിസിക്സ് ഇത് 3 സെറ്റാക്കാനുള്ള കിഡ്ലൻ സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നു. അപ്പോൾ ആ ലൈവ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. 7:30 ഡാനി സാർ ഫിസിക്സിലെ പ്രോബ്ലം സെറ്റാക്കാൻ വരുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഗിവ് അവേ വിന്നറും ആവാം. അപ്പോൾ ലൈവിലേക്ക് വന്നോ, സെറ്റാക്കിക്കോ, ജില്ലായിക്കോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. നോട്ടിനായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റിനായിട്ട് വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.